ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു, നാൽപ്പാമരാതി കേരം സോപ്പ് 1 kg മേക്ക് ചെയ്ത് കാണിക്കുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് നാൽപ്പാമരാതി കേരം ഓയിൽ സോപ്പാണ് കേട്ടോ. ഗ്ലിസറിൻ്റെ ബേസിലും നമുക്ക് ചെയ്യാം, ഗോട്ട് മിൽക്കിൻ്റെ ബേസിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാൽപ്പാമരാതി ഓയിൽ സോപ്പിൻ്റെ കിറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമ്മുടെ എല്ലാ മെഷർമെൻറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ബേബി കെയർ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ നല്ല കുഞ്ഞുങ്ങളുടെ മണമാണ് കേട്ടോ ഈ സോപ്പിന്. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ് നമ്മുടെ ഈ നാൽപ്പാമരാതി കേരം സോപ്പ്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ചേഞ്ചസ് വരും കേട്ടോ. അപ്പോൾ നാൽപ്പാമരാതി കേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൽ കൂടുതലും മഞ്ഞളിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ നാൽപ്പാമരാതി കേരം യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ, നല്ലൊരു മഞ്ഞളിൻ്റെ സ്മെല്ലാണ് നമുക്ക് വരിക നമ്മുടെ ഈ ഓയിലിന് തന്നെ. വരുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനും വൈറ്റമിനിയുടെ ടാബ്ലറ്റും ആണ് കേട്ടോ നമ്മുടെ ഈ കിറ്റിൽ വരുന്നത്. അപ്പം നമുക്ക് സോപ്പ് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സോപ്പ് മേക്കിംഗ് കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പോൾ ഇതേ നമ്മൾ സോപ്പ് ബേസ് നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നാൽപ്പാമരാതി കേരം ഓയിൽ ഒരു 10 ml ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് പത കുറയും. അപ്പം നിങ്ങൾ 10 ml മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓയിൽ. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഗ്ലിസറിനും വൈറ്റമിനും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടാബ്ലറ്റ് ആണെങ്കിൽ നമുക്കൊരു 4 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലാണ് ചെയ്യുക, ഒരു 6 തുള്ളി മതിയാവും കേട്ടോ. നമുക്കിതിലേക്ക് നല്ല രീതിയിൽ നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്കിതിൽ 10 ml ആണ് കേട്ടോ വരുന്നത്. അത് മൊത്തമായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് വരുന്നത് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ബേബി കെയറിൻ്റെ ഫ്രാഗ്രൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ട് ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കിറ്റിലാവുമ്പോൾ നമുക്ക് മെഷർ ചെയ്തിട്ടാണ് എല്ലാം വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തരുന്ന ഐറ്റംസ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു റിസൾട്ടുള്ള സോപ്പാണ് കേട്ടോ നമ്മുടെ നാൽപ്പാമരാതി കേരം സോപ്പ്. ഇത് നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നമ്മൾ ഏത് പ്രോഡക്റ്റ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് മോൾഡിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള റെക്ടാങ്കിൾ മോൾഡിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ചെയ്ത സോപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ ലെമണിൻ്റെ കിറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് മുന്നിലോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ എല്ലാവരും ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ ഈ പത വരണേന്നുള്ളത്. ഇത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ബബിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതേ കണ്ടില്ലേ മാഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയേ. നമ്മുടെ സോപ്പ് സെറ്റ് ആവാനായിട്ട് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലെമണിൻ്റെ സോപ്പിൻ്റെ കളറല്ലേ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ നാൽപ്പാമരാതി കേരത്തിൻ്റെ മാത്രം കളറാണ് ഇതിലുള്ളത്. വേറെ എക്സ്ട്രാ കളേഴ്സ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ് കേട്ടോ. നല്ല നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. നല്ല സോഫ്റ്റ് ആവാനും നമുക്ക് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാനായിട്ട് ഈ നാൽപ്പാമരാതി സോപ്പ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ നമുക്ക് 1/2 kg കിറ്റ് വരുന്നുണ്ട്, 1 kg കിറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 kg കിറ്റ് ട്രൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നാൽപ്പാമരാതി കേരം സോപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്കും അതുപോലെ തന്നെ കമൻസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. 100 ഗ്രാമിൻ്റെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് 10 സോപ്പാണ് കേട്ടോ കിട്ടുക. പാത്രത്തിലൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്കൊരു 9.25
കുറച്ച് നമുക്ക് ആ പാത്രത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ 9:45 കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലീൻ ഫിലിം വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് കവർ ചെയ്ത് കൊടുക്കും, പിന്നെ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കവർ ചെയ്യാനൊക്കെ അറിയുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വലിച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഈ ക്ലീൻ ഫിലിം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കണോ വെയിലത്ത് വെച്ച് ഉണക്കണോ എന്നുള്ളത്. വെയിലത്തോ ഫ്രിഡ്ജിലോ ഒന്നും വെക്കണ്ട കേട്ടോ, പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റായി കിട്ടും. പിന്നെ നമുക്ക് അന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യണതിന് യാതൊരു പ്രശ്നവുമില്ല. വെച്ച് കവർ ചെയ്ത് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് കവറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ സാറ്റൻ റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സോപ്പുകളൊക്കെ മേക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സോപ്പൊന്നും ഉണ്ടാക്കാൻ നേരില്ലാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പുകൾ മേടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, മേക്ക് ചെയ്യാനാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാനുള്ള സോപ്പുകൾ പല ടൈപ്പ് സോപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇപ്പോൾ 22ഓളം സോപ്പ് മേക്കിംഗ് കിറ്റുകൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും കിറ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ കിറ്റിൻ്റെ ഡീറ്റെയിൽസും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാമേ. ബൈ.